നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ സർക്കാരിന് മുട്ടൻ പണിവെച്ച് ഗവർണർ. നമുക്കറിയാം, രാവിലെ മുതൽ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ വായിച്ചു തുടങ്ങിയതാണ്. ഈ കേന്ദ്രത്തിനെ വിമർശിക്കുന്ന പല ഭാഗങ്ങളും ഗവർണർ വായിച്ചു. അപ്പോൾ തന്നെ വാർത്തയായി ഗവർണർ ഈ ഒരു കേന്ദ്രത്തിനെ വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രം കാണിക്കുന്ന കാര്യങ്ങളോട് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന സർക്കാരിൻ്റെ അഭിപ്രായങ്ങളെ ഗവർണർ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് വായിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കേന്ദ്രത്തിനെ സർക്കാർ വിമർശിച്ചുകൊണ്ടുള്ള നിലപാടുകളെ, സംസ്ഥാനത്തിൻ്റെ നിലപാടുകളെ ഗവർണർ അംഗീകരിക്കുന്നു എന്ന തലത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും സംശയങ്ങളുണ്ടായിരുന്നു. അതായത് മറ്റെന്തെങ്കിലും വായിക്കാതെ വിട്ടിട്ടുണ്ടോ, ഇത്തരത്തിൽ വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും ഇട്ടിട്ടാണോ ഗവർണർ വായിക്കുന്നത് എന്നതടക്കമുള്ള സംശയങ്ങൾ പൊതുവെ തന്നെ ശക്തമായിരുന്നു. അതിനിടയിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ ഗവർണർ വായിച്ചില്ല. നയപ്രഖ്യാപന പ്രസംഗം വായിച്ച ശേഷം ഗവർണർ മടങ്ങുന്നു, ഗവർണറെ യാത്രയാക്കുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് ഓൺ ദ സ്പോട്ടിൽ, ആ ഫ്ലോറിൽ തന്നെ, നിയമസഭാ സമ്മേളനം നടക്കുന്ന ആ ഫ്ലോറിൽ തന്നെ ഗവർണർ ഇറങ്ങിയ ഉടൻ തന്നെ മുഖ്യമന്ത്രി കടുത്ത വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നു. അതായത് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഗവർണർ വായിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭാ ഹാളിനകത്ത് ആ കാര്യം പറയുകയുണ്ടായി. അതായത് കേന്ദ്രത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ എഴുതിയ മിക്കവാറും കാര്യങ്ങൾ ഗവർണർ വായിക്കാതെ, കടും വിമർശനങ്ങളൊന്നും ഗവർണർ വായിക്കാതെ അത് ഒഴിവാക്കി വിട്ടു. മുഴുവൻ നയപ്രഖ്യാപനവും ഗവർണർ വായിച്ചിട്ടില്ല എന്ന ഒരു വിമർശനം മുഖ്യമന്ത്രി ആ ഫ്ലോറിൽ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഉന്നയിക്കുകയായിരുന്നു. എന്താണ് ഗവർണർ വായിക്കാത്തത്, ഗവർണർ എന്തൊക്കെയാണ് ഒഴിവാക്കിയത് എന്ന കാര്യം വിശദമായി തന്നെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല സ്പീക്കർ വിമർശിച്ചു. അത് നയമാണ്, ഗവർണർ അത് വായിക്കുക എന്നത് റൂൾ എന്നിരിക്കെ അത് ഗവർണർ തെറ്റിച്ചു എന്നൊരു വിമർശനം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയായിരുന്നു. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിനുള്ള വിമർശനങ്ങൾ ഗവർണർ വായിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ ഗവർണർ അതിന് സമ്മതിച്ചോ അല്ലെങ്കിൽ തയ്യാറായി എന്നത് ഏവരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. പക്ഷേ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വെളിപ്പെടുത്തിയതോടെയാണ് ഇക്കാര്യത്തിൽ ഗവർണർ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാതെ മടങ്ങി എന്ന കാര്യം വരുന്നത്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ സഭയെ അഭിസംബോധന ചെയ്തപ്പോൾ വരുത്തിയ ഭേദഗതികളും ഒഴിവാക്കലുകളും സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് നിയമസഭയിൽ പറയുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ബഹുമാനപ്പെട്ട ഗവർണർ സഭയെ അഭിസംബോധന ചെയ്ത് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും വരുത്തിയിട്ടുള്ളത് അംഗങ്ങളുടെയും ചെയറിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നുവെന്ന് മുഖ്യമന്ത്രി മുഖവുരയായി പറഞ്ഞു. ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി, എന്തൊക്കെ ഒഴിവാക്കി എന്നതടക്കമുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഭരണഘടനയുടെ അന്തസത്തയ്ക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. അനുച്ഛേദം 176 പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം ചേരുമ്പോൾ നിയമസഭയെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച 12, 15, 16 ഖണ്ഡികകൾ അതേപടി നിലനിൽക്കുന്നതാണ്. ഇക്കാര്യം സംബന്ധിച്ച് ചെയറിൽ നിന്ന് നിരവധി തവണ റൂളിങ്ങുകളും ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12 ആദ്യ വാചകം ഇപ്രകാരമാണ്: ഇത്തരം സാമൂഹികവും സ്ഥാപനാപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ, അതായത് കേന്ദ്ര സർക്കാരിന്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം കൊണ്ടിരിക്കുകയാണ് എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വാചകം ഗവർണർ ഒഴിവാക്കിയെന്നാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 15 അവസാന 2 വാചകങ്ങൾ ഇപ്രകാരമാണ്: സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എന്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഈ വാചകവും ഗവർണർ ഒഴിവാക്കിയെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 16 ഗവർണർ ഒഴിവാക്കി. അതിപ്രകാരമാണ്: അവസാന വാചകം, നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ്. ഈ വാചക
വാചകത്തിനോടൊപ്പം എൻ്റെ സർക്കാർ കരുതുന്നു എന്ന് ഗവർണർ കൂട്ടിച്ചേർക്കുകയും കൂടി ചെയ്തു. അതായത് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നു, ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എൻ്റെ സർക്കാർ കരുതുന്നു എന്നൊരു കാര്യം ഇവിടെ ഗവർണർ എക്സ്ട്രാ കൂട്ടിച്ചേർക്കുന്നു. അതുമാത്രമല്ല, ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വളരെ സാമ്പത്തികമായി ഗുരുതരമായി ഞെരുക്കുന്നു എന്ന ഭാഗം ഗവർണർ ഒഴിവാക്കുന്നു. ഇത്തരത്തിൽ ചില ഒഴിവാക്കലുകളും ചില കൂട്ടിച്ചേർക്കലുകളും നടത്തിയാണ് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തിയതെന്നാണ് മുഖ്യമന്ത്രി പിന്നാലെ വിമർശിച്ചത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന സംസ്ഥാന സർക്കാർ നയപ്രഖ്യാപനം ഗവർണർ എങ്ങനെ വായിച്ചു എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിനുള്ള മറുപടി കിട്ടി. കാരണം വായിക്കേണ്ടവെന്ന് വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും മറ്റു ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും കൂടി ചെയ്തു. അതായത് അക്ഷരാർത്ഥത്തിൽ ഈ ഒരു സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ. അതിനുശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയതെന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമായിരിക്കുകയാണ്. എന്തായാലും ആ സ്പോട്ടിൽ തന്നെ മുഖ്യമന്ത്രിയും സ്പീക്കറും ഗവർണറെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. ഗവർണർ ചെയ്ത കാര്യത്തെ ആ ഒരു ഫ്ലോറിൽ തന്നെ അവർ എടുത്തു പറയുകയും ഇത്തരത്തിൽ ഗവർണർ ചെയ്തു എന്ന് വ്യക്തമാക്കുകയും വിശദമാക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. എന്തായാലും നാടകീയത നിറഞ്ഞ, അതായത് ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവ വികാസങ്ങളാണ് ഇന്ന് നിയമസഭയിൽ അരങ്ങേറിയത്. ഇതുവരെയും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാത്ത ഗവർണറുടെ ആ നടപടിയെ വിമർശിച്ച് അത് മുഴുവൻ വായിച്ച്, അതായത് എന്തൊക്കെയാണ് ഗവർണർ ഒഴിവാക്കിയതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അത് മുഴുവൻ വായിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. എന്തായാലും വളരെ നാടകീയമായ സംഭവ വികാസങ്ങൾ തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിനിടയിൽ അരങ്ങേറിയത്. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത്. കേരളം വികസന പാതയിൽ കുതിക്കുന്നെന്നും 10 വർഷമുണ്ടായത് മികച്ച നേട്ടമാണെന്നും വികേന്ദ്രീകരണത്തിൽ സംസ്ഥാനം ദേശീയ തലത്തിൽ മാതൃകയാണെന്ന് ഗവർണർ പറഞ്ഞു. കൂടാതെ ശിശുമരണ നിരക്ക് സംസ്ഥാനത്ത് കുറഞ്ഞതിന്റെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ട മികച്ച നേട്ടം കൈവരിച്ചതിനെക്കുറിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ചും പ്രസംഗത്തിൽ ആദ്യ ഭാഗത്തിൽ ഗവർണർ സൂചിപ്പിച്ചു. നേട്ടം പറഞ്ഞും കേന്ദ്രത്തെ പഴിച്ചും നയപ്രഖ്യാപനം കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചതിൽ ഉൾപ്പെടെയുള്ള കേന്ദ്ര തീരുമാനങ്ങളെയും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വിമർശിച്ചു. GST വിഹിതത്തിലെ കുറവും വായ്പാ വിഹിതം വെട്ടിക്കുറച്ചതും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും കേന്ദ്രം സംസ്ഥാന അധികാരങ്ങൾക്ക് മേൽക്കൈ കടത്തുന്നുവെന്നും ഗവർണർ വിമർശിച്ചു. കൂടാതെ സംസ്ഥാന വരുമാനം കൂട്ടി ചെലവുകൾ പരിമിതപ്പെടുത്തി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി കേരളത്തിന്റെ സാമ്പത്തിക രംഗം വികസന പാതയിലാണ്. വിഴിഞ്ഞം തുറമുഖം വളർച്ചയ്ക്ക് സഹായകരമാകുമെന്നും പുതിയ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ക്രമസമാധാന പരിപാലനം 10 വർഷത്തിനിടെ മെച്ചപ്പെടുത്തി. തടസ്സമില്ലാത്ത വൈദ്യുതി ഉറപ്പാക്കി. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതാണ് നവകേരള ലക്ഷ്യം. വന്യജീവി ശല്യം കൊണ്ടുണ്ടാക്കുന്ന കൃഷി നഷ്ടത്തിന് കൃത്യമായ നഷ്ടപരിഹാരം ഉറപ്പാക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കാർഷിക രംഗത്തെ പ്രാപ്തമാക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വായിച്ചു.